പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധി കേരളത്തിലെ വ്യവസായ മേഖലയിലും ആശങ്ക സൃഷ്ടിക്കുന്നു. ആവശ്യത്തിന് വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യമല്ലാത്തതിനാൽ പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖല സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ഇരുമ്പുരുക്ക് പ്ലാസ്റ്റിക് ടാങ്ക് നിർമ്മാണ കമ്പനികൾ പ്രവർത്തനം നിർത്തി തുടങ്ങി. ആയിരക്കണക്കിന് തൊഴിലാളികളെയും പ്രതിസന്ധി ബാധിച്ചു തുടങ്ങി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് LPG ക്ഷാമം, അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം എന്നിവ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ സ്തംഭനത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വ്യാവസായിക LPG ആവശ്യം വരുന്ന പ്ലാസ്റ്റിക് ടാങ്ക് നിർമ്മാതാക്കൾ, മറ്റു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ എന്നിവരെ പ്രവർത്തനം നിർത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ശരാശരി 10 ഗ്യാസ് സിലിണ്ടറുകളെങ്കിലും ഒരു ദിവസം ആവശ്യം വരുന്ന ടാങ്ക് നിർമ്മാണ കമ്പനികൾ പ്രവർത്തനം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളും ലഭിക്കാനില്ല. ഇപ്പോൾ കഞ്ചിക്കോട് പല ഇൻഡസ്ട്രീസും ഇപ്പോൾ നമ്മളെങ്കിലും ഒരു അര ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റൊക്കെ നമ്മൾ ഓട്ടിക്കാനുള്ള ഫ്യൂവൽ ഉണ്ടെങ്കിലും പലവിടെയും കംപ്ലീറ്റ്ലി ഫുൾ ഷട്ട് ഡൗൺ ആണ്. ഇപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസം 3 ദിവസമായിട്ട് ഗ്യാസ് ഇല്ലാതെയും മെറ്റീരിയൽ അവൈലബിലിറ്റി ഇല്ലാതെയും പല കമ്പനികളും ഇപ്പം തന്നെ ഒരു 20 to 30% ഓഫ് കഞ്ചിക്കോടുള്ള കമ്പനികൾ ഷട്ട് ഡൗണിലാണ് നിൽക്കുന്നത്. 300-ലേറെ തൊഴിലാളികൾ പണിയെടുക്കുന്ന വൻകിട ഇരുമ്പ്, സ്റ്റീൽ നിർമ്മാണ കമ്പനികളെ പലതരത്തിലാണ് യുദ്ധം ബാധിച്ചിരിക്കുന്നത്. പല ഷിഫ്റ്റുകളിലായി തൊഴിലെടുക്കുന്നവർക്ക് ആഹാരം പാകം ചെയ്ത് നൽകാൻ സാധിക്കുന്നില്ല. ഫർണസ് പ്രവർത്തിക്കാൻ ആവശ്യമായ ഗ്യാസ് കിട്ടാനില്ല. സിലിണ്ടർ സ്റ്റോക്ക് തീർന്നാൽ നിർമ്മാണം നിർത്തേണ്ടി വരുമെന്ന ആശങ്ക സ്റ്റീൽ നിർമ്മാതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരൊന്നും മുമ്പിൽ കാണുന്നില്ല. പാനിക്കായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. എല്ലാ വ്യവസായങ്ങൾക്കും ഈ ഊർജ്ജ പ്രതിസന്ധി ഒരു വലിയ ഇതായിട്ട് വരുന്നു. ഞങ്ങളുടെ ഫാക്ടറിക്ക് എന്നൊരു 300 സിലിണ്ടർ വേണം. ആ 300 സിലിണ്ടറിൽ ഇപ്പോൾ ആകെ സ്റ്റോക്കുള്ളത് 3 സിലിണ്ടറാണ്. എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. കമ്പനികൾ പൂട്ടേണ്ടി വരുന്നത് കഞ്ചിക്കോട്ടെ ആയിരക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കും. യുദ്ധത്തെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചത് കേരളത്തിലെ വ്യവസായ മേഖലയെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്നും മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.